പണിയെടുക്കാൻ മനസ്സില്ലാത്തവന്റെ ഒളി സങ്കേതമായി പ്രാർത്ഥന ഇടം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആത്മീയത അലസതയുടെ ഓമനപ്പേരായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. അതായത് ശരിക്കും ഒരു ജീവന മാർഗം കർത്താവ് തന്നു, പണിയെടുക്കാൻ ആരോഗ്യം നൽകി, ബുദ്ധി നൽകി, പക്ഷെ അതൊന്നും ചെയ്യാൻ വയ്യ. എന്നിട്ട് പറയുകയാണ് പ്രാർത്ഥനക്കാരനാണെന്ന്. അരുത്, അത് ചെയ്യ്. കർത്താവ് നിന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് നീ ആ തൊഴിൽ നന്നായിട്ട് ചെയ്യ്. നമുക്ക് ആ തൊഴിൽ ചെയ്യുന്നവരെയും ഈ ഭൂമിക്ക് സ്വർഗത്തിന് ആവശ്യമുണ്ട്. ആ പണി നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവവിളി നീ വിശുദ്ധിയോടെ വിശ്വസ്തയോടെ ചെയ്യ്. എല്ലാവരും കൂടുതലെല്ലാം കൂടെ പൂട്ടിക്കെട്ടി മുഴുവൻ സമയവും പ്രാർത്ഥനക്കാരായാൽ ലോകം അങ്ങനെ മുന്നോട്ട് പോകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുടുംബജീവിത ദൈവവിളി കർത്താവ് തരത്തില്ലായിരുന്നല്ലോ. നമ്മളെ വല്ല സന്യാസ ജീവിതത്തിലേക്ക് വിളിക്കത്തില്ലായിരുന്നു എല്ലാവരെയും കൂടെ. കുടുംബജീവിതത്തിന്റെ ദൈവവിളി സ്വീകരിച്ചവർ ഓർക്കേണ്ടത്, നിനക്ക് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ആട്ടിൻപറ്റമുണ്ട്. നിനക്ക് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ആട്ടിൻപറ്റമുണ്ട്. നിന്റെ ഭാര്യ, നിന്റെ മക്കൾ, നിന്റെ കുഞ്ഞുങ്ങൾ, നിന്റെ മാതാപിതാക്കൾ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആട്ടിൻപറ്റമാണ്. ആ ആട്ടിൻപറ്റത്തെ ഉറക്കമിളച്ച് ഇടയന്മാരെന്നതുപോലെ ഉറക്കമിളച്ച് നീ പരിപാലിക്കുമ്പോൾ ആ പരിപാലനയും നിന്റെ ശ്രദ്ധയും കണ്ട് ദൈവം അതിൽ സംപ്രീതനായി നിനക്കുള്ള സദ്വാർത്ത നിന്റെ മുമ്പിൽ എത്തിച്ചു.